ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യ സഖ്യം നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. हेमंत सोरेन सत्यनिष्ठा से प्रतिज्ञा करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा, संविधान और विधि के अनुसार न्याय करूंगा. ഈ ബസ്വന്ത് വിവരങ്ങളുണ്ട്. ബസ്വന്ത്, പാർലമെന്റ് നടക്കുന്നതിനാൽ എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല, എങ്കിലും ഈ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് ആരൊക്കെ വന്നോടെ? ജിനീഷ്, 14ാമത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടാണ് ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് 4ാം തവണയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാകുന്നത്. ജാർഖണ്ഡിന്റെ റാഞ്ചിയിലെ മൊറാബാദി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, RJD നേതാവ് തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടി നേതാവ്, അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ, സുനിത കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഹേമന്ത് ഭഗവന്ത് മാൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. വലിയൊരു വിജയമാണ് ജാർഖണ്ഡിൽ JMM നേടിയത്. കോൺഗ്രസ് 2ാം കക്ഷിയായി അവിടെ വന്നിട്ടുണ്ട്. 16 സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി പദം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. 4 മന്ത്രിസ്ഥാനം വരെ JMM കോൺഗ്രസിന് നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി 14ാമത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അധികാരമേറ്റിരിക്കുന്നു.